നമ്മള് ഒരു 40 മൈൽ സ്പീഡില് സ്റ്റിയറിംഗ് എത്തിയത് കഴിഞ്ഞാൽ ആ വണ്ടി ബാക്ക് വീല് മൂവ് ചെയ്യാതെ വീട് തിരിച്ച് കയറും, റൈറ്റ് ട്രാക്കിലേക്ക് കയറും. നമ്മൾ അബുദാബിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, പല വണ്ടികളും മഴ പെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഈ ടൈമിങ് ശരിയല്ലാതെ വണ്ടി പവർ സ്റ്റിയറിംഗിന് ഒരു പ്രത്യേക ഓപ്ഷനാണ് പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് കൊണ്ടും പോകും. മറ്റേ വണ്ടിയൊക്കെ നമ്മൾ കാലമായിട്ട് ഓടിക്കുക എന്ന് വേണം വീല് തിരിഞ്ഞു വരാൻ. ഇത് നമ്മൾ വെറുതെ ഓടിച്ചാൽ വണ്ടി മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് കയറും. അപ്പൊ അത് സ്പീഡ് അനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെങ്കിലേ നമുക്ക് വണ്ടി കയ്യിൽ കിട്ടുള്ളൂ. അപ്പൊ പവർ സ്റ്റിയറിംഗ് വണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ മഴ പെയ്തിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചോളണം. അപ്പൊ അതായത് 40 മൈൽ സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ 50 മൈൽ സ്പീഡിൽ സ്റ്റിയറിംഗ് കട്ട് ചെയ്യരുത്. അപ്പൊ പവർ സ്റ്റിയറിംഗിന്റെ പവർ നഷ്ടപ്പെടും, വണ്ടി സ്ലിപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വണ്ടി സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടില്ല. നമ്മൾ നേരെ പോകുന്ന ടയറെ റോഡിൽ പിടിക്കുള്ളൂ. സ്ലിപ്പ് ചെയ്തിട്ട് കുറച്ച് വെള്ളമോ ഓയിലോ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചവിട്ടിയായിട്ട് സ്ലിപ്പ് ചെയ്തിട്ടാ പോവുക. അത് ഓവർ സ്പീഡിലായി കഴിഞ്ഞാൽ തള്ളുകയാണ്. പിന്നെ അവർക്ക് ബ്രേക്ക് യൂസ്ലെസ് ആയി. സ്ട്രൈറ്റ് പോകുന്ന വണ്ടിയാണ് നമ്മൾ ആ കട്ടകള് റോഡിൽ പിടിക്കുക. അത് സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ ഈ ടയറും റോഡും കൂടി യൂസ്ലെസ് ആണ്, അത് ഉപയോഗം നടക്കില്ല. അപ്പൊ അത് വളരെയധികം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചോളണം. ഇതൊക്കെ ബേസിക് പഠിക്കുമ്പോൾ ഇത് അതിപ്പോ പിന്നെ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോ പെട്ടെന്ന് 100-ലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മള് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സ്പോട്ട് കാണുകയാണ്. നമ്മള് ഡെയ്ത് റോട്ടിനൊക്കെ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ 100, 150-ലൊക്കെ വരും, 140-ലൊക്കെ വരും. പെട്ടെന്നൊരു സ്പോട്ട് കണ്ട് 3 വണ്ടി ബാക്കിലുണ്ട്, ഒരാള് കുട്ടികളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളെ. നമ്മളൊരു സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചവിട്ടരുത്. പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാൽ ബാക്കിലുള്ളവരൊക്കെ ഇങ്ങോട്ട് മറിയും ചെയ്യും, വണ്ടി തിരിഞ്ഞ് മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ 100, 150 വരുമ്പോ ആക്സിഡന്റ് അതാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. വെറുതെ നമ്മള് റോഡിൽ വരുന്ന മൃഗങ്ങളെയും അതുപോലെ ആൾക്കാരെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കണം എന്ന് പറയുന്നത് ഇതാണ്. അതിന് നമ്പറുണ്ട്, 21 നമ്പറിൽ കോൺസെൻട്രേഷൻ ഡ്യൂറിംഗ് ഡ്രൈവിംഗ് എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളതാണ്. കോൺസെൻട്രേഷൻ ഡ്യൂറിംഗ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വന്നിരുന്നാൽ നമ്മൾ ശ്രദ്ധിച്ചോളണം. അപ്പൊ ദേഹത്തിനൊക്കെ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ വണ്ടി ഓടിച്ചു വരുമ്പോ വളരെയധികം ശ്രദ്ധിച്ചോളണം. അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ 100 മീറ്ററിലോ 120 മീറ്ററിലോ വരുമ്പോ ഒരു ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ ഒരു ആക്സിഡന്റ് സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചവിട്ടിയിട്ട് ബാക്കിലുള്ളവരൊക്കെ ഇങ്ങോട്ട് മറിയുമ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവരുടെ ഈ ഇങ്ങോട്ടുള്ള ഫോഴ്സ് നമ്മൾ ഒന്നും കൂടി റെഡിയാവും. ഇങ്ങനെ ആവും. അപ്പൊ നമ്മൾ വീണ്ടും ഒന്നും കൂടി ചവിട്ടുക. അപ്പൊ അവർ കുറച്ചും കൂടി ഇങ്ങനെ വരും. അപ്പൊ നമ്മള് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ വരും. 3-മത്തേത് കറക്റ്റ് ചവിട്ടുക. അപ്പൊ ഈ ഇരിക്കുന്നവരൊക്കെ അവിടെ വണ്ടിയിൽ എന്നെ ഒന്ന് ആടിയിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. മറ്റൊന്ന് പറഞ്ഞാൽ ഒറ്റ ചവിട്ടി ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി നിന്നാൽ ഈ ഇത് ഇങ്ങനെ മാറി ചെന്ന് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് നിങ്ങൾ ലൈസൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് അകലം വഴിക്ക് പോകുമ്പോൾ ഒന്ന് ചവിട്ടി നോക്കുക. ഉസ്താദ് അത് പണ്ട് ഒക്കെ ചെയ്ത് പഠിപ്പിച്ചായിരുന്നു. ഇപ്പൊ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഉസ്താദിനില്ല. അപ്പൊ അങ്ങനെ ഒക്കെ ചവിട്ടിച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ടയറ് മാറ്റേണ്ട ഗതികേട് വരും. അപ്പൊ അത് പറ്റിയല്ല. നിങ്ങൾ എന്തെങ്കിലും തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞാലും പറ്റില്ല. ടയറിന്റെ കാശ് നിങ്ങളെല്ലാ ആഴ്ചയിലും തരാൻ കൊണ്ട് പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ വണ്ടി സുരക്ഷിതമായിട്ട് കൊണ്ടുപോകേണ്ട ചില ടെക്നിക്കൽ പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ കേസറ്റ് കണ്ടിട്ട് തന്നെ ഞാൻ അത് പറയാം. ഞാൻ ഇത്രയും ആവേശത്തോടു കൂടിയിട്ട് ഞാൻ ഈ കാര്യം ഇതിൽ പിടിക്കുന്നത് തന്നെ നമ്മുടെ സ്റ്റുഡൻസുകൾക്ക് മനസ്സിലാവാനാണ്. അപ്പൊ അതുപോലെ വെറും നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസും കിട്ടിയെന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മളിത് വളരെയധികം തലകൊണ്ട് ശ്രദ്ധിക്കണം. എത്രയോ വണ്ടികൾ ഇവിടെ, എത്രയോ ആൾക്കാർ മരണപ്പെട്ടിട്ട് മോർച്ചറിലൊക്കെ ഇരിക്കുന്നു ആക്സിഡന്റിൽ. ഇപ്പൊ നമ്മുടെ സ്നേഹിതന്മാരെന്നെ നമ്മുടെ തൊഴിലുള്ള ആളെന്നെ ശ്രദ്ധ ഇല്ലാണ്ട് വന്നപ്പോ ഒരു ട്രക്കിന്റെ അങ്ങോട്ടാ കയറിപ്പോയി. എന്താ ചെയ്യാ? ശ്രദ്ധ വേണ്ടേ? ശ്രദ്ധ പോയി. പച്ചോന്റെ റോഡ് വേണം. പക്ഷെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചോളണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇത്തരം പോയിന്റുകളൊക്കെയാണ് വണ്ടിക്കുണ്ട്. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉസ്താദന്മാര് പറഞ്ഞു തരുന്നത് കേട്ട് പഠിക്കുക. അതിന്റെ അപ്പുറത്ത് ഈ വണ്ടിക്ക് ചില കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവരാരും ശ്രദ്ധിക്കുക.